ഞാൻ ഇവിടെ വിട്ടു പോവുക റസീന. എന്തിന്? ഈ നാട് കൊള്ളത്തില്ല. എന്റെ നാടാ നല്ലത്. അവിടെ എല്ലാവർക്കും എന്നെ എന്ത് കാര്യമാണെന്നറിയാമോ? പോയാ ഞാനൊരു പുതിയ ആളായി ജീവിക്കും. ഇനി എന്നെ ആർക്കും മട്ടി കളിപ്പിക്കാനൊക്കെയല്ല. ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്നിട്ട് ജോലി ചെയ്ത എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ 10 രൂപ കിട്ടും. എല്ലാ ചെലവും കൂടി 7 രൂപയായാലും ബാക്കി 3 രൂപ ഉണ്ടേ. ഇഷ്ടം പോലെ സിനിമ കാണാവേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വാ. വന്നാ എന്റെ കൂടെ താമസിക്കാം. വരുന്ന ആരേലും ചോദിച്ചാ എന്ത് പറയും? ആരേലും ചോദിച്ചാ മണിയമ്പിളിക്ക് എന്താ ഈയിടെയായിട്ടൊരു ക്ഷീണം? ഇവിടുത്തെ അന്തരീക്ഷം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല, സുഖമാ. അത് കള്ളം. അതിവിടെ സുഖമാണെന്ന് പറയാൻ കാരണം എന്താ? നല്ല ചാപ്പാട്, നല്ല താമസം, സുഖമാ. അതുപോട്ടെ, അക്ഷരങ്ങളെല്ലാം പഠിച്ചോ? ഞാനിപ്പോ ചേർത്ത് വായിക്കുമല്ലോ. മണിയമ്പിളി ഈയിടെയായിട്ട് ഭയങ്കര ഉഴപ്പാണല്ലോ. ഇത് കണ്ടോ പുല്ല് വളർന്നു നിൽക്കുന്നത്? ഇന്നലെ ഞാനത് പറിച്ചു കളഞ്ഞതാ. അതിനിടയിൽ കയറി അങ്ങ് കൊരുത്ത്. എല്ലാം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏയ്, നമ്മളിപ്പോ ഇവിടെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഐ ലൈക്ക് യു, ഐ ലവ് യു, സോ ഐ കം ഹിയർ. അതിലെന്താ തെറ്റ്? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ സമൂഹം ഒരുപാട് രക്ഷാ കവചങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ആണുങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തമ്മിലല്ല. ഇനി വേണമെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്പം സെന്റിമെന്റലായി സ്വരം ഒന്ന് താഴ്ത്തി, ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സേഫ്റ്റിയാണ് വെള്ളത്തിലാവുന്നത്. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്റെ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടമാണ്. നിന്റെ കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹേയ്, നിന്റെ ഓരോ മുടിനാരിട പോലും എനിക്കിഷ്ടമാണ്. സാറേ, അയ്യോ, കുഴപ്പമായല്ലോ ഗോപി. അവൻ കണ്ടിരിക്കുമോ? അവനിവിടെ വന്ന് നിന്ന സ്തുതിക്കും അവന് കണ്ണ് കാണാവുന്ന സ്തുതിക്കും അവൻ കണ്ടിരിക്കണം. എടാ, നീ വല്ലതും കണ്ടോ? കണ്ടു. ആരോടും പറയരുത്. ഞാൻ പറയും. പറയോ? പറയും. സാറിനോട് പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. എടാ, പറയൂടാ. പറയത്തില്ല. എന്താ മണിയമ്പിള്ള? ഞാൻ ഇവിടുന്ന് പോവുക സാറേ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. എന്തു പറ്റി? ഇവിടെ ആർക്കും എന്നെ ഒരു വകയില്ല. എന്റെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്ത് അബദ്ധമാണ് മണിയമ്പിള്ള ഇപ്പൊ പറഞ്ഞെന്നറിയോ? അല്ല, മണിയമ്പിള്ള ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാണല്ലോ. എനിക്ക് പഠിപ്പില്ല. അതുകൊണ്ട് എന്നെ എന്ത് വേണേലും ചെയ്യാം. ആണുങ്ങളെ തൊടുമ്പോ അറിയാൻ വിവരം. അതല്ല മണിയമ്പിള്ളയ്ക്ക് തോന്നുന്നത്. മണിയമ്പിള്ള ഒന്ന് തിരിഞ്ഞു നോക്കി. വല്ലതും കണ്ടോ? ഒന്നുകൂടെ ഒന്ന് നോക്കി.
ഒന്നും കാണുന്നില്ലല്ലോ സാറേ. മണിയമ്പിള്ള കാണുന്നില്ലേലും ആവശ്യമുള്ളവരൊക്കെ അവിടെ നിരന്നു നിൽക്കുന്നു. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ അരയും തലയും മുറുക്കി മണിയമ്പിള്ളയുടെ പിന്നിൽ നിൽക്കുകയാണ്. അവരാണ് തൊഴിലാളികൾ. ആര്? തൊഴിലാളി. മണിയമ്പിള്ളയും അവരിൽ ഒരാളാണ്. ദാറ്റ് മീൻസ് മണിയമ്പിള്ള തൊഴിലാളിയാണ്. അതായത് മണിയമ്പിള്ള ഒറ്റയ്ക്കല്ലെന്നർത്ഥം. അത് തന്നെ, തൊഴിലാളി. മണിയമ്പിള്ള തൊഴിലാളിയാണ്. തൊഴിലാളിയുടെ ശക്തി എന്താണെന്ന് മണിയമ്പിള്ളയ്ക്ക് അറിയാം. വാ പറഞ്ഞുതരാം, വാ. മണിയമ്പിള്ളയ്ക്ക് ഇതാരാണെന്നറിയാം? നല്ല താടി. ഈ താടിക്കാർ മണിയമ്പിള്ളയെ പോലുള്ള തൊഴിലാളികളുടെ നേതാക്കളായിരുന്നു. അവർ സംഘടിച്ചപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എരിഞ്ഞിറങ്ങി. ആ ശക്തി, തൊഴിലാളിയുടെ ശക്തി, അത് മണിയമ്പിള്ളയിലുണ്ട്. അതുകൊണ്ട് ഇനിയാണെങ്കിലും മണിയമ്പിള്ളയെ തല്ലാൻ വന്നാൽ ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എന്നെ ആരും തല്ലത്തില്ലേ സാറേ? എന്നങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ തല്ലാൻ വരുന്നവന്റെ കൈയുണ്ടല്ലോ, വന്ന് അറയ്ക്കും. ഇനി ആരെങ്കിലും എന്നെ തല്ലാൻ വന്ന ഞാൻ തൊഴിലാളിയാണെന്ന് പറയും. പിന്നെ മണിയമ്പിള്ളയെ അലവലാതി വേഷമൊക്കെ കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ട് ആവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. മണിയമ്പിള്ള ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്നു. ഒരു പെണ്ണ് കടന്നു വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരത്തില്ലല്ലോ. വിചാരിച്ചോ? മണിയമ്പിള്ള എന്ത് ചെയ്യും? ഇരിക്കാൻ കസേര കൊടുക്കും, കുടിക്കാൻ കാപ്പി കൊടുക്കും. ശരി, പിന്നെ സംസാരിക്കും. അതാ കുഴപ്പം. ഒരു പെണ്ണിനുള്ള സമീപനത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് എന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ടാ? അല്ല, അവനിലെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. മണിയമ്പിള്ള ഒരു യഥാർത്ഥ പുരുഷനായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്ത് പറ്റി? അതൊക്കെ ചീത്തയാ, ഞാൻ ചെയ്യത്തില്ല. മിനിമം ഇത്രയെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തന്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കയറുന്ന ആ പെണ്ണിന് തന്നെ പറ്റി എന്ത് പുച്ഛമായിരിക്കും? എന്ന് മാത്രമല്ല, ഈ ജന്മം തനിക്കൊരു പെണ്ണിൽ നിന്ന് ബഹുമാനം കിട്ടുകയും